ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്, അതിൻ്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്നത് മുത്തങ്ങ സമരമൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഗോത്ര മഹാസഭയാണ്. അതെ, അത് ഗീതാനന്ദനൊക്കെ ഉള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ ജാനു ഗീതാനന്ദനുമായിട്ട് അഭിപ്രായ അകൽച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് വേണമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് പോവേണ്ടിയിരുന്നത്. അതെ, തെരഞ്ഞെടുപ്പ് പരീക്ഷണം പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പോകണം. ഗോത്ര മഹാസഭ വെച്ചത് നടക്കില്ലായിരുന്നു. ഇല്ല, ഗോത്ര മഹാസഭ ഒരു സമുദായ സംഘടനയാണ്. ഗോത്ര മഹാസഭയിൽ ആദിവാസികൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ആളുകളില്ല. ഇപ്പോൾ കേരളത്തിൽ 37 വിഭാഗം ആദിവാസികളുണ്ട്, അവരുണ്ട് ഗോത്ര മഹാസഭയിൽ. തീർച്ചയായിട്ടും. പക്ഷേ അത് ഗീതാനന്ദനെ പോലെയുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടുള്ളൊരു നേതാവ്, അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തുന്നതിൽ ജാനു പരാജയപ്പെട്ടോ? ഇല്ല, ഞാനിപ്പോൾ അദ്ദേഹമൊക്കെ ഈ പൊതുസമൂഹത്തിൽ എന്നെക്കാട്ടും കൂടുതൽ അറിവും കാര്യങ്ങളും ഇടപെടലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവേണ്ട കാര്യങ്ങളല്ലേ ശരിക്കും.